ശിക്ഷ ഇളവ് ലഭിച്ച ജയിൽ മോചിതനാകുന്ന IS ഭീകരൻ സുബ്ഹാനി ഖാജ മൊയ്തീൻ കേരളത്തിലെ ഭീകരവാദ ഗ്രൂപ്പുകളിലെ പ്രധാന കണ്ണി. ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് വൻ സ്ഫോടനങ്ങൾ ലക്ഷ്യമിട്ടാണ്. സുബ്ഹാനി കൊടും ഭീകരനെന്നാണ് NIA കണ്ടെത്തിയത്. ശിക്ഷാ ഇളവിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർത്തി അപ്പീലിനൊരുങ്ങുകയാണ് NIA. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് നമുക്ക് ഒപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ജിജീഷ്, ഈ സുബ്ഹാനി ജയിൽ മോചിതൻ ആവുകയാണ്, എന്താണ് NIAയുടെ അടുത്ത നീക്കം? രാഗി, അടുത്ത വർഷം കൊടും ഭീകരവാദി സുബ്ഹാനി ഖാജ മൊയ്തീന് നിലവിലെ സാഹചര്യത്തിൽ ജയിൽ മോചിതനാകാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു. തൊടുപുഴയിലേക്ക് അയാൾ വീണ്ടും തിരിച്ചെത്തുന്ന ഒരു പശ്ചാത്തലം. ഈ ഒരു ഘട്ടത്തിലാണ് എങ്ങനെയായിരുന്നു സുബ്ഹാനിയുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സാധാരണ നിലയിൽ എങ്ങനെ അയാൾ പ്രവർത്തിച്ചു എന്നത് ഏറ്റവും പ്രധാനമാണ്. കൊടും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ തല അല്ലെങ്കിൽ സൂത്രധാരനായി മാറിയ ആളായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ എന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകൾ തന്നെ വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് 2010 മുതൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ യുവാക്കൾ വലിയ തോതിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ, രാജ്യവിരുദ്ധ സംഘടനകളുടെ, ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായി മാറിയിരുന്നു. അതിനുവേണ്ടി നിരവധി സംഘടനകൾ രാജ്യത്തിന് അകത്തും രാജ്യത്തിന് പുറത്തും പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് രാജ്യാന്തര ഭീകര സംഘടനകൾ പലതും അതിന്റെ രഹസ്യ ഗ്രൂപ്പുകളെ കേരളത്തിൽ അടക്കം പ്രവർത്തിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിയോഗത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ രാജ്യത്ത് വലിയ തോതിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി രാജ്യവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ പ്രവർത്തിച്ചത് എന്ന് മാത്രമല്ല, അതിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കാൻ കൂടി ശ്രമിച്ച ആളായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ. കൃത്യമായി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു തുർക്കി വഴി ഇറാഖിലേക്ക് സുബ്ഹാനി ഖാജ മൊയ്തീൻ കടക്കുന്നത്. മാത്രമല്ല, അവിടെ ISന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടുത്തെ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്നതടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുബ്ഹാനി ഖാജ മൊയ്തീൻ മാറുകയും ചെയ്തു. ഇതിനിടയിൽ യുദ്ധത്തിൽ പരിക്കേറ്റപ്പോഴാണ് ഇയാൾ തിരികെ വരുന്നത്. എന്നാൽ കൃത്യമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾക്കും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും സുബ്ഹാനി ഖാജ മൊയ്തീനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് അവർ നിരന്തരം ഇയാളെ നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് 2015 തന്നെ ഇയാൾ തിരിച്ച് പരിക്കേറ്റതിനെ തുടർന്ന്, ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്, അവിടെ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നത്, ഭാരതത്തിലേക്ക് തിരിച്ചെത്തുന്നത് 2015 തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലാകുന്നു. അവിടെ ഒരു ജ്വല്ലറിയിൽ ജോലിക്കാരനായി കഴിയുകയായിരുന്നു. ഇതിനിടയിൽ അതിനു മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വലിയ സ്ഫോടനങ്ങൾക്കുള്ള ആസൂത്രണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്ത ആളാണ് സുബ്ഹാനി ഖാജ മൊയ്തീൻ. അവിടെ ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നു. അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ നടത്തുക, അയാളുടെ ലക്ഷ്യം സഫലീകരിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമെന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ, നിരവധി ഭീകരവാദ ഗ്രൂപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് കടന്നെത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ 2020 ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ ശിക്ഷിക്കുന്നത്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നത്. എന്നാൽ പ്രതി അപ്പീലിൽ നൽകിയിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് താൻ 9 വർഷമായി ജയിലിൽ തുടരുകയാണ്. കഴിഞ്ഞ 9 വർഷം റിമാൻഡിലടക്കം തുടരുന്നു, റിമാൻഡ് പ്രതിയായി തുടർന്നു, പിന്നീട് ശിക്ഷാപ്രതിയായി ഇപ്പോൾ തുടരുന്നു. അങ്ങനെ 9 വർഷമായി. അതുകൊണ്ട് തന്നെ തനിക്ക് ശിക്ഷാ ഇളവ് വേണമെന്ന ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലും വെക്കുന്നു. അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് ഇപ്പോൾ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ജീവപര്യന്തം തടവിനെ 10 വർഷമാക്കി കുറച്ചുകൊണ്ടുള്ള ഇളവ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയിൽ പ്രധാനപ്പെട്ട തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അടക്കം മുൻനിർത്തിയായിരിക്കും വാദങ്ങൾ ഉന്നയിക്കുക. പ്രത്യേകിച്ച് ഇയാളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. അതിന്റെ സൈബർ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇയാളുടെ വസ്ത്രങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതിന്റെ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഈ സുബ്ഹാനി ഖാജ മൊയ്തീന് എതിരാണ്. അതെല്ലാം പരിഗണിച്ചായിരുന്നു വിചാരണ കോടതിയായ കൊച്ചിയിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് തന്നെ ശിക്ഷ വിധിച്ചത്. കാരണം തുർക്കി വഴി ഇറാഖിലെത്തി അവിടെ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതിന്റെയും ആയുധങ്ങൾ കൈവശം വെച്ചതിന്റെയും ആയുധങ്ങൾ സൂക്ഷിച്ചതിന്റെയും ആയുധ സംഭരണത്തിന്റെ ഭാഗമായി മാറിയതിന്റെയും എല്ലാം തന്നെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അവിടെ ലഭിച്ചിരുന്നു. യുദ്ധത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ ചില തെളിവുകൾ ഈ വസ്ത്രങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു, ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ആ തെളിവുകളെല്ലാം ഒരിക്കൽ കൂടി കോടതിക്ക് മുന്നിലേക്ക് വരികയാണ്. സുപ്രീം കോടതിയിൽ ഈ തെളിവുകൾ മുൻനിർത്തി, ഒന്ന് ശാസ്ത്രീയ തെളിവുകൾ
ഒപ്പം തന്നെ മറ്റ് അനുബന്ധ മൊഴികളെല്ലാം അടിസ്ഥാനമാക്കി ഒരിക്കൽ കൂടി കോടതിയിൽ സുബ്ഹാനി ഖാജ മൊയ്തീൻ എന്ന കൊടും ഭീകരവാദി ജയിൽ മോചിതനായാൽ ഉണ്ടാകുന്ന രാജ്യത്തിന് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. കാരണം സുബ്ഹാനി ഖാജ മൊയ്തീനെ പോലെ ഒരാൾ അടുത്ത വർഷം ജയിൽ മോചിതനായി സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി കഴിഞ്ഞാൽ അത് രാജ്യത്തിന് എതിരാണ്, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യസുരക്ഷയ്ക്കും എതിരായി മാറുമെന്ന് കൃത്യമായ തെളിവുകൾ മുൻനിർത്തി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി NIA സുപ്രീം കോടതിയിലും വാദിക്കുകയും ചെയ്യും. മറ്റു നിരവധി കേസുകൾ അനുബന്ധമായി NIA അന്വേഷിച്ചിരുന്നു. ആ കേസുകളിലെല്ലാം ലഭിച്ച വിവരങ്ങൾ കൂടി NIA കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്യും. അതിലെല്ലാം വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുമ്പോൾ അതിലേറ്റവും പ്രധാനമായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് രഹസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സ്ലീപ്പർ സംഘടനകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ലീപ്പർ സംഘടനകൾക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി യുവാക്കളുടെ സംഘങ്ങൾ തന്നെയുണ്ട്. അത് ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ മാത്രം തുടങ്ങിയതല്ല. ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള വിവിധ സ്ലീപ്പർ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾ പലരെയും കണ്ടെത്താൻ കഴിയും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി അവരിൽ ചിലരെങ്കിലും ഇപ്പോഴും ഒളിവിൽ തുടരുന്നുണ്ട്, രഹസ്യ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസി സുബ്ഹാനി ഖാജ മൊയ്തീൻ എന്ന കൊടും ഭീകരവാദിയുടെ ശിക്ഷാ ഇളവിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. മാത്രമല്ല ഇവിടെ ഇത്തരത്തിൽ യുവാക്കളുടെ സംഘങ്ങളെ വലിയ തോതിൽ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നിരന്തര സ്ഫോടനങ്ങൾ, രാജ്യത്ത് അന്തഃഛിദ്രം വളർത്താനുള്ള നീക്കങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി സുപ്രീം കോടതിയിൽ എത്തുന്നതോടുകൂടി ഇയാളുടെ ജീവപര്യന്തം തടവ് 10 വർഷമാക്കി കുറച്ചുകൊണ്ടുള്ള കോടതി വിധിക്ക് ഒരു അപ്പീൽ ഉണ്ടാകുമെന്നും അത് റദ്ദാക്കുമെന്ന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പ്രതീക്ഷയോടെ കാണുകയും ചെയ്യുന്നത്. രാഖി, എന്തായാലും ഈ ഭീകരനെ സുബ്ഹാനിയെ ജയിൽ മോചിതനാകുമ്പോൾ അത് രാജ്യത്തിന് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. ആ ഒരു കാര്യം തന്നെയാണ് NIA ചൂണ്ടിക്കാട്ടുന്നത്. ഇയാളെപ്പോലുള്ളവർ ജയിൽ മോചിതരായാൽ അത് രാജ്യത്തിനും അഖണ്ഡതയ്ക്കും രാജ്യത്തെ ജനങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ തിരികെ ജയിലിലേക്ക് തന്നെ വിടണം. ഇയാൾ ജയിലിൽ കഴിയേണ്ട വ്യക്തിയാണ്, അത്തരത്തിലുള്ള ഒരു കുറ്റവാളിയാണ് ഇയാൾ എന്ന കാര്യം തന്നെയാണ് NIA ചൂണ്ടിക്കാട്ടുന്നത്. ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് വലിയ സ്ഫോടനങ്ങളൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടും എന്നുള്ളതാണ്. സുബ്ഹാനി കൊടും ഭീകരൻ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും NIA ശിക്ഷാ ഇളവിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർത്തി അപ്പീലിന് തന്നെയാണ് NIA രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.